ഹായ് ഓൾ, ട്രേഡ്മാർക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി, ഞാൻ ക്രിപ്റ്റോയുടെ മെൻറ്ററാണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്രിപ്റ്റോ മാർക്കറ്റ് എന്താണെന്നും അത് ഗ്ലോബൽ ഡിജിറ്റൽ നെറ്റ്വർക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. ക്രിപ്റ്റോ മാർക്കറ്റിൽ ശരിക്കും ആരൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ മാർക്കറ്റ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. വർഷങ്ങളായി പലതരത്തിലുള്ള ആളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ജേണിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്രിപ്റ്റോയുടെ തുടക്കകാലത്ത് ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്കാണ് അറിവുണ്ടായിരുന്നത്. ബിറ്റ്കോയിനെ കുറിച്ചും ബ്ലോക്ക് ചെയിനെ കുറിച്ചും കൂടുതലായി പഠിച്ചിരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, പ്രോഗ്രാമേഴ്സ്, ടെക്കികൾ എന്നിവരായിരുന്നു ക്രിപ്റ്റോയുടെ ആദ്യകാല യൂസേഴ്സ്. ആ സമയത്ത് മാർക്കറ്റ് വളരെ ചെറുതായിരുന്നു, അതുപോലെ തന്നെ ട്രേഡിംഗ് വോളിയം വളരെ കുറവായിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ ഇതിന് വലിയ ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങി. ബിറ്റ്കോയിന്റെ വില ഉയരുകയും പിന്നീട് വാർത്തകൾ ഇടം നേടുകയും ചെയ്തതോടെ സാധാരണ ആളുകളുടെ ശ്രദ്ധയും ഇതിലേക്ക് തിരിഞ്ഞു. ഇതോടെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് വലിയ തോതിൽ മാർക്കറ്റിലേക്ക് എത്താൻ തുടങ്ങിയത്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, മാർക്കറ്റ് ട്രെൻഡ്സ് എന്നിവ ക്രിപ്റ്റോയുടെ പോപ്പുലാരിറ്റി കൂട്ടാൻ സാധിച്ചു. ക്രിപ്റ്റോ മാർക്കറ്റ് ഒരു ചെറിയ ടെക്നോളജി കമ്മ്യൂണിറ്റിയിൽ നിന്നും വലിയൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വളർന്നത് ഈ ഒരു സമയത്താണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറ്റൊരു വലിയ മാറ്റവും സംഭവിച്ചു. വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. ഇൻവെസ്റ്റ്മെന്റ് ഫേംസ്, അസറ്റ് മാനേജേഴ്സ്, ഹെഡ്ജ് ഫണ്ട്സ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സ് നൽകുവാനും ഡിജിറ്റൽ അസറ്റ്സ് പഠിക്കുവാനും തുടങ്ങി. ഇതിലൂടെ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ എത്തുകയും ക്രിപ്റ്റോ മാർക്കറ്റ് കൂടുതൽ മെച്ചൂർ ആവുകയും ചെയ്തു. ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമല്ല, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒരുപാട് സെഗ്മെന്റ്സിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട്. ടെക്നോളജി ഇൻതൂസിയാസ്റ്റുകളുണ്ട്, റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ട്, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിനെ ഒരു വിഭാഗം ആളുകൾ മാത്രമായുള്ള മാർക്കറ്റായി കാണാൻ സാധിക്കില്ല. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഡിഫറൻസ് ഗോളിലുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റമാണിത്. ഒരു മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. പലപ്പോഴും മാർക്കറ്റിന്റെ ബിഹേവിയർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പുതിയ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി എത്തുമ്പോൾ മാർക്കറ്റ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവ് ആകുമ്പോൾ മാർക്കറ്റ് മറ്റൊരു രീതിയിൽ മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചാർട്ട് മാത്രം നോക്കുന്നതിനേക്കാൾ മാർക്കറ്റിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഹിസ്റ്ററി നോക്കിയാൽ ഒരു കാര്യം ക്ലിയർ ആണ്. ചെറിയൊരു ടെക്നോളജി എക്സ്പെരിമെന്റ് ആയി തുടങ്ങിയ ഒരു ഐഡിയ ഇന്ന് ഗ്ലോബലി ആളുകൾ ഉപയോഗിക്കുന്ന വലിയൊരു മാർക്കറ്റായി ഉയർന്നു. ഡെവലപ്പേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയ നിരവധി സെഗ്മെന്റേഴ്സ് ഈ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റ് മനസ്സിലാക്കണമെങ്കിൽ പ്രൈസ് ചാർട്ട് മാത്രം നോക്കിയാൽ പോരാ. ആ മാർക്കറ്റിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് കൂടി മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. അപ്പോൾ ക്രിപ്റ്റോ ബിഗിനർ സീരീസിലെ അടുത്ത വീഡിയോയിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.